വീട്ടിലെ ഉമ്മല്ലാത്തതുകൊണ്ട് തന്നെ വീട് കൈകാര്യം ചെയ്യുന്നത് ഞാനും പിന്നെയാണ്. രാത്രി കിടക്കുമ്പോൾ തന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്യും നാളെ എന്തുണ്ടാക്കണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. രാവിലെ തന്നെ കുറേ പണി ചെയ്യാണ്ടെങ്കിൽ ഈസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും. അങ്ങനെ ഇന്നുണ്ടാക്കിയത് റവയായിരുന്നു. സത്യം പറയാലോ, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും വേണം നന്നായിട്ട് ടൈം പോകും കേട്ടോ. പിന്നെ അവർക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് അവരെ കളിക്കാനിരുത്തിയിട്ട് അകം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടോ. ആ ഒരു ഗ്യാപ്പിൽ ജൂജും വന്നുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അവർ ഞങ്ങൾ ശ്രദ്ധിക്കാം. ജൂജു നോക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അടുത്ത പരിപാടിക്ക് നിന്ന്. അപ്പോഴാണ് ഹോസ്പിറ്റലത്തെ വിവരം ഉമ്മാൻ്റെ വർത്താനൊക്കെ ചോദിക്കാൻ ചെറി വന്നത് കേട്ടോ. വാതിൽ തുറന്ന് ഗ്യാപ്പിൽ അപ്പൂസ് പുറത്ത് ചാടിയത് ആ കുഞ്ഞാമാൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അവനുള്ള കഞ്ഞി തീമട്ടിട്ടേ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു. ലഞ്ച് ഞാൻ സെറ്റാക്കാമെന്ന് പറഞ്ഞ് ഒന്നാണ് ദമ്മിട്ടാലേ പരിപാടി ഈസിയാണ്. കറി കൂട്ടാൻ പറഞ്ഞ് നിൽക്കണ്ടല്ലോ. അതവിടെ കഴിഞ്ഞപ്പോഴേക്ക് കുട്ടികൾ പുറത്ത് ചാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല കളി തിരക്കായിരുന്നു. കളിച്ച് അവർക്ക് മതിയാകുമ്പോഴാണ് അകത്ത് കയറിയാൽ പിന്നെ അകത്ത് കൂടിക്കോളും. ആ സമയത്താണ് ഉപ്പ വന്നത്. ഉപ്പാൻ്റെ കയ്യിലെ പൊതിയാണ് എല്ലാവരെയും ടാർഗറ്റ് എന്ന് എനിക്കറിയാം. അത് എപ്പോഴും ഉപ്പ വരുമ്പോൾ കൊണ്ടുവരും കേട്ടോ. കോൽമിഠായി ഒന്നും കൊണ്ടുവരരുത് പറഞ്ഞപ്പോൾ ഇപ്പോൾ കൊടുക്കുന്നത് ഇതൊക്കെ. നന്നായിട്ട് കളിച്ച് നല്ല ഉഷാറായിട്ട് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഉറങ്ങി എണീറ്റിട്ട് പഴമാണ് കൊടുത്തത് കേട്ടോ. പിന്നെ കുഞ്ഞാമ്മ അപ്പൂസിനെയും കൊണ്ട് അതിൽ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്താണ് ഇക്ക വിളിച്ചിട്ട് പറഞ്ഞ് നമുക്ക് കാലിക്കറ്റ് പോയാലായിരുന്നു. അപ്പോൾ ഞാൻ വേഗം അവിടെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കി വൈകുന്നേരം ഉപ്പാക്കുള്ള ഫുഡൊക്കെ സെറ്റാക്കി പിന്നെ എണീറ്റപ്പോൾ പോര് പറഞ്ഞപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും അപ്പൂസും ഇക്കും കാലിക്കറ്റ് ഒന്ന് പോവുകയാണ്. അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളായിട്ട് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.